നാളായി കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടായിരുന്നു. അതായത് കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ വരവ് നിർത്തിയതാണ്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങോളം വെള്ളമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തികേടാ കേട്ടോ, ഭയങ്കര വൃത്തികെട്ടൊരു ബീച്ചാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കച്ചറകളുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പയ്യാമ്പലം, ഇത് പള്ളിയാമൂലിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കാണിച്ചു കൊടുക്കണം പയ്യാമ്പലം അതാണ്. പക്ഷേ ഇതിലും നല്ലത് എനിക്ക് തോന്നുന്നു ചാലി ബീച്ചിൽ നല്ല സൗകര്യം കേട്ടോ. ചാലി ബീച്ച് ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ, കച്ചറയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതൊന്നും പറയാനല്ല കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദീപ്തി ടീച്ചർ, ദീപ്തി സീതത്തോട് എന്നൊക്കെ പറയുന്ന ഒരു ചാനലുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് അവരുടെ ചാനലിൻ്റെ പേര്. പക്ഷേ ഇപ്പോൾ ടീച്ചറുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വളരെ സന്തോഷകരമായി ഇരിക്കുകയാണ്. പക്ഷേ വീഡിയോ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട നെഗറ്റീവായിട്ടാണ് വരുന്നത്. അതായത് വീഡിയോ മൊത്തം എന്ന് പറഞ്ഞാൽ സഹായിച്ചു, ഞാൻ ഒരുപാട് സഹായിച്ചു, ഇത് പ്രതീക്ഷിച്ചില്ല, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ അമ്മ എവിടെ, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു താല്പര്യമില്ലാത്തതുപോലെയാണ് ടീച്ചറുടെ വീഡിയോ വരുന്നത്. എന്താ സംഭവം എന്നറിയില്ല. ഇനി റീച്ചില്ലാത്തതുകൊണ്ട് റീച്ച് വേണമെന്ന് വിചാരിച്ചിട്ടാണോ, എല്ലാവർക്കും ഇങ്ങനെയുള്ള വീഡിയോകളാണ് ഇഷ്ടമെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും അവരുടെ വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തംബ്ലൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തംബ്ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. വീഡിയോയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആവർത്തന വിരസതകൾ തോന്നാറില്ല. മറ്റുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ കഷ്ടപ്പാടുകളും മറ്റിതൊന്നും പറയാറില്ല. അതുപോലെ തന്നെ തിന്നുന്നതും കുടിക്കുന്നതും ഒന്നും അങ്ങനെ അധികം കാണിക്കാറില്ല. അവരുടെ ജോലിയും അതുപോലെ തന്നെ ഫാമും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാറ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാനൊരു വിമർശനം ഉന്നയിക്കുകയാണ്. എന്തോ നാടേത്, അതാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഇതെന്താ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതാണ് കണ്ടന്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കാണുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ടീച്ചർക്കും വന്നിട്ടുണ്ട്. അത് തന്നെ, അതായത് കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ കുറച്ച് റീച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ റീച്ച് കുറവായത് ഇപ്പോഴേ ഇങ്ങനെയെങ്കിലും പിടിക്കാം, ഇങ്ങനെ പറഞ്ഞിട്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നത്, ഇപ്പോൾ സഹായം സ്വീകരിക്കുന്നവൻ ഇങ്ങനെ പെരുമാറണം അങ്ങനെ പെരുമാറണം എന്നൊന്നും വിചാരിച്ച് അവർ പെരുമാറൂല. അതായത് ഒരിടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കുറേ കുട്ടികളും അതുപോലെ തന്നെ ഒരു സ്ത്രീയും പിന്നെ ഒരു പുരുഷനും ഒക്കെ അവരുടെ ജോലിക്കാരാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. ഇനി അവരാണോ പറ്റിച്ചത്, അല്ല വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഇനി അവരാണോ പറ്റിച്ചത് എന്നൊന്നും അറിയില്ല. എന്തൊക്കെ ആയാലും ഇവർക്ക് ഏർന്നോ നല്ല രീതിയിലുള്ളൊരു കൊട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ പോലും നമ്മൾ സഹായിക്കുമ്പോൾ ഉണ്ടല്ലോ, അവൻ്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുന്നോ അല്ലെങ്കിൽ അവനിങ്ങനെ തൊഴുത് നിൽക്കുന്നോ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പം രേണു സുധീൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. രേണു സുധിക്ക് അഷ്ടിക്ക് വകയില്ലാതേരം, കഞ്ഞി കുടിക്കാൻ വകയില്ലാതേരം ലക്ഷ്മി നക്ഷത്രം സഹായിച്ചിട്ടുണ്ട്. ഫിറോസ് വീട് കൊടുത്തിട്ടുണ്ട്, അച്ഛൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്, മറ്റു പലരും എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ത്രീ ഇന്ന് ഇപ്പോൾ എവിടെയാണ്? ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാറ് വാങ്ങിച്ചു, ഇനിയിപ്പോഴും ഫ്ലാറ്റ് വാങ്ങിക്കാനാണ് പോകുന്നത്. അതുപോലെ ദുബായിൽ സ്ഥിരതാമസമാക്കുമെന്ന് പറയുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ യൂറോപ്പിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായ നേട്ടങ്ങളാണ്. അപ്പം അങ്ങനെ നേട്ടങ്ങൾ വരുമ്പോഴേ അവരിതുപോലെ നിൽക്കണം, അതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക്, ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ നന്ദി ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായം കിട്ടിയത് മറ്റുള്ളവരോട് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാന്ന് പറയും. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു 1000 രൂപ കൊടുത്ത്, 1000 രൂപ കൊടുത്തിട്ട് ഞാൻ അവനോട് പറയാണ്, ഇതാ ഞാൻ ഒരു 1000 രൂപ കൊടുത്തിനെന്ന്. എന്നിട്ട് അവൻ ചോദിക്കും മറ്റവനോട്, നീ 1000 രൂപ വാങ്ങിച്ചല്ലേ അവനോട്. അത് കഴിഞ്ഞ് നമ്മളെ ചീത്ത പറയും, നിങ്ങളെന്തിനാണ് ഞങ്ങൾക്ക് 1000 രൂപ എന്നത് പറഞ്ഞത്, ഞങ്ങളെന്താ നിങ്ങളുടെ ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യം വരും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും നമുക്ക് ശത്രുക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഏതെങ്കിലും ഒരു മനുഷ്യനെ സഹായിച്ചാൽ മതി, അവർ നമ്മളെ ശത്രുക്കളാകും. ഇത് ലോകമുള്ള കാലത്തോളം ഇതിങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അർഹതപ്പെട്ടവരെ നമ്മൾ കണ്ടെത്തുക. അതായത് എന്ന് പറഞ്ഞാൽ തീരെ നിവൃത്തിയില്ലാത്ത, കയ്യും കാലും ഇല്ലാത്ത, ജോലിക്ക് പോകാൻ കഴിയാത്ത ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണം നമ്മൾ സഹായം ചെയ്യാൻ. അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു 3-4 മക്കളെ പോറ്റണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു ഉറുപ്പ്യൻ്റെ സഹായം നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാണ് എൻ്റെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നല്ല രീതി, ഞാൻ പറഞ്ഞല്ലോ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ഈ ലോട്ടറി വിൽപ്പനക്കാരിൽ നമ്മൾ കാണുന്നില്ല, കയ്യുണ്ടാവില്ല. അതുപോലെ തന്നെ കാല് നഷ്ടപ്പെട്ടവർ, ഒരു ജോലിക്കും പോകാൻ കഴിയാത്തവർ, ആ ഒരു വീൽ ചെയറിൽ എണീക്കാൻ കഴിയാത്തവർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ സഹായം ചെയ്യാം. അത് സഹായം ചെയ്തു കഴിഞ്ഞാൽ അതൊരു നന്ദി ചിലപ്പോഴുണ്ടാകും, അത് ഉറപ്പൊന്നും പറയുന്നില്ല. പക്ഷേ ഇതുപോലെ സഹായം ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെയുള്ള വീഡിയോസ് പിന്നെ നിരന്തരമായിട്ട് അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഇതൊന്നും അല്ല നമ്മൾ ആ വീഡിയോ ഒന്ന് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ കേൾക്കാനാണെങ്കിൽ നമുക്ക് വേറെ എത്ര ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. അതായത് എൻ്റെ ഭാര്യ നിൽക്കുന്നത് കണ്ടോ, എൻ്റെ ഭാര്യ കുളിക്കുന്നത് കണ്ടോ, എൻ്റെ ഭാര്യ അവിടെ ഓടുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അത് കണ്ടാൽ പോരെ? എന്തിനാ വെറുതെങ്കിലും ഇത് ഇവിടെ മില്യൺ കണക്കിന് സബ്സ്ക്രൈബർ ഉള്ളതും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ
ഒരു ഒന്ന് കൊടുക്കാൻ തോന്നുമായിരുന്നു. അമ്മാതിരി കൂത്തിറ വീഡിയോ എന്ന് ഓനൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള വീഡിയോസ് കണ്ടാൽ പോരെ. പക്ഷേ ഈ സീതത്തോട് ഗ്രാമത്തിൻ്റെ ഭംഗിയും ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കുളിർമയാണ് മനസ്സിന്, അതുകൊണ്ടാണ് അത് കാണുന്നത്. പക്ഷേ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് റീച്ച് പോകാനുള്ള കാരണം, അതായത് പിന്നെ ആർക്കും ഇത് കാണാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ കുറേപാട് വിവാദ വിഷയങ്ങളിലേക്ക് അങ്ങ് പോയി. ഈ വിവാദ വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ചില സമയത്തൊക്കെ ഇത് നമ്മൾ തന്നെയാണ് നശിച്ചു പോകുക, അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരാളിപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ നെഗറ്റീവ് മാത്രം പറയുന്നത്, അവരെ സഹായിച്ചു ഇവരെ സഹായിച്ചു. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു കൊച്ചിനെയൊക്കെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തുമ്പോൾ ഇതിനെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നിയമമുണ്ടോ ശരിക്ക്? പിന്നെ അതുമാത്രമല്ല, ടീച്ചറാന്ന് പറഞ്ഞാൽ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ അവർ ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു, അതൊക്കെ നിർത്തിച്ചു. പിന്നെ പലതും സഹായം ചെയ്യുമായിരുന്നു, അത് നിർത്തിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. അതൊന്നും പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കും, അത്ര മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ നെഗറ്റീവ് വീഡിയോ നമുക്ക് ഇഷ്ടേ അല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാവരും നെഗറ്റീവിലേക്ക് പോവുക ചെയ്യുന്നത്, അതാണ്. അയ്യോ ഇവർക്ക് ഇങ്ങനെയാ പ്രശ്നമില്ലേ, നമുക്കെന്തായിരിക്കും പ്രശ്നം എന്നുള്ള ചിന്താഗതിയാണ് മനുഷ്യന്മാർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ കാണാനൊരു രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വ്യൂസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതേപോലെ അങ്ങ് തുടരുക, അത്രേ പറയാനുള്ളൂ. വേറെ എന്നാ പറയാനുള്ളത്? എല്ലാവർക്കും വേണ്ട റീച്ചാണ്. ഈ റീച്ച് പോയി ഇങ്ങനെ റീച്ച് ഉണ്ടാക്കിയാലേ ആവുള്ളൂ എന്നുള്ള വിചാരം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും ചിന്തിക്കണം. ഒരാൾക്ക് സഹായം ചെയ്യുമ്പോഴായാലും, നമ്മളൊരു തീരുമാനമെടുക്കുമ്പോഴായാലും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോഴായാലും, എത്രത്തോളം നമ്മളെ ബന്ധുവാന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ പൊന്നു മക്കളെ, ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ബന്ധത്തിലുള്ളവർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടെ കയറിയിട്ട് കൊത്തുന്ന ഇതാന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വേറെ ഏതോ കുടുംബത്തിൽ നിന്നില്ല അല്ലെങ്കിൽ വേറെ എവിടെയോ താമസിക്കുന്ന അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടോ ഇല്ല കൊടുത്തിട്ടോ നന്ദി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തരാനാണ്? ഒരിക്കലും തരത്തില്ല, ഒന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇന്നത്തെ ലോകം അങ്ങനെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് തുടർന്നോ, ഇല്ലെങ്കിൽ ഇത് തുടരുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. കാരണം എപ്പോഴും ഇത് തന്നെ കേൾക്കാം, എന്നെ പറ്റിച്ചു എന്നെ പറ്റിച്ചു എന്നെ പറ്റിച്ചു, ഇത് തന്നെയാണ് നടന്ന്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി പിടിക്കുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊരു വിമർശനം തന്നെയാണ്. ഇനി എന്നോട് ദേഷ്യം വന്നാലും കുഴപ്പമില്ല എനിക്ക്. നമ്മൾ നല്ലത് പറയേണ്ടതെടുക്കാം, നല്ലത് പറയും, വിമർശിക്കേണ്ടതെടുക്കാം, വിമർശിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ മുഴുവൻ കുത്തോട്ടാണ്. വളരെ കുറച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള മിസ്ലീഡിങ് തംബ്ലൈനുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല വീഡിയോയിൽ പറയുന്നതായിരിക്കില്ല ഇവിടെ എഴുതി വെക്കുന്നത്. അങ്ങനെയുള്ള ഇതിലേക്കാണ് പോകുന്നത്. എന്തിനിങ്ങനെ ഇത് നല്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, ഒരുപാട് വിശ്വാസങ്ങൾ, ഒരുപാട് ഇതില്ലേ അല്ലേ, എന്നാൽ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അല്ലേ കൂടാ. അപ്പോൾ അതുപോലെ അങ്ങ് പോയാൽ പോരെ. അല്ലാതെ എന്തിനിങ്ങനെ ജനങ്ങളോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അല്ലെ പിന്നെ ഒരു കാര്യം ചെയ്യാൻ മിണ്ടാതിരിക്കുക, തനിക്ക് പറ്റിയ അബദ്ധം ഇനി ആരും അറിയണ്ട എന്ന് വിചാരിക്കാൻ വേണ്ടത്. ഏതായാലും ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പ് ചെയ്തുകളാ, നമ്മളും അങ്ങ് ഒരു സൈഡിലൂടെ കയറി പോയിക്കോട്ടെ. നന്ദി, നമസ്കാരം.